പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ രാവിലെ അടൂരിൽ നിന്ന് ജാഥ പര്യടനം തുടങ്ങും. ആരോഗ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ ജാഥയ്ക്ക് ജില്ലയിൽ പോലീസ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, അങ്ങനെ പൊളിറ്റിക്കൽ ഹാപ്പനിങ് രാഷ്ട്രീയമായി ഒരുപാട് സംഭവിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നും ഉണ്ടായല്ലോ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളിൽ ഇല്ലാത്ത അവസ്ഥ, പോലീസിന്റെ കണ്ടെത്തലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചില പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. അതിലപ്പുറം യാത്രയ്ക്ക് പോലീസ് നൽകുന്ന സുരക്ഷ എങ്ങനെയാണ് ഷിജോ? കാശ്മീർ അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഈ പറയുന്ന വടക്കൻ കേരളവും മധ്യ കേരളവുമെല്ലാം അവിടുത്തെ പ്രചാരണം പൂർത്തിയാക്കി ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ 5 നിയോജക മണ്ഡലങ്ങളിലും ഈ പുതുയുഗയാത്ര പ്രചാരണം നടത്തും. അതിനകത്ത് രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും അടൂരിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ കാര്യങ്ങൾക്ക് തുടക്കമാവുക. അവിടെ രാവിലെ 10 മണിയോടുകൂടി തന്നെ വിവിധ രംഗങ്ങളിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകളുമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 10 മണിയോടുകൂടിയുള്ള സ്ഥിരമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനം. അതിനകത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇന്നുമുണ്ട്, ഒട്ടും കുറവില്ല. കാരണം ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ തന്നെയുണ്ട്. കാരണം പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലേക്ക് കൂടിയാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന പുതുയുഗയാത്ര പ്രവേശിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ആരോഗ്യമന്ത്രി ഇന്ന് പുലർച്ചയോടുകൂടി കണ്ണൂരിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം CPM-ന്റെ നേതൃത്വത്തിൽ ചില പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പത്തനംതിട്ട സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിനിടയിലേക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗയാത്ര ജില്ലയിലേക്ക് വരുന്നത്. 10 മണിക്ക് അടൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പുതുയുഗയാത്ര ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ രാവിലെ അടൂരിൽ നിന്ന് തുടങ്ങി വൈകിട്ട് 6:30 റാന്നിയിൽ സമാപിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇതിനകത്ത് ഈ യാത്രയ്ക്ക് ജില്ലയിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 15 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഈ പുതുയുഗയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളടക്കം നശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമൊക്കെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷ ജില്ലയിൽ ഈ യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.